സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ടോം ഹോളണ്ട് നായകനായ പുതിയ സ്പൈഡർമാൻ പടം മികച്ച അഭിപ്രായങ്ങളുമായി മുന്നേറുന്നുണ്ടല്ലോ. ബ്രാൻഡ് ന്യൂ ഡേ കാണുന്നതിന് മുമ്പ് 2 മിനിറ്റിൽ സ്പൈഡർമാൻ സീരീസിന്റെ റീക്യാപ്പ് നോക്കാം. സ്പൈഡർമാൻ സീരീസ് ഇതുവരെ അങ്ങനെ ഫോളോ ചെയ്യാത്തവർക്കും പുതിയ പടത്തിന്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഒന്ന് കണ്ടു നോക്കാം എന്ന് കരുതുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും. അപ്പോൾ തുടങ്ങാം. ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു പീറ്റർ പാർക്കർ. ഒരു പ്രത്യേക ചെലന്തിയുടെ കടയിൽ നിന്ന് അവന് അസാധാരണ ശക്തികൾ ലഭിച്ചു. മതിലിൽ കയറാനും വെബ് ഉപയോഗിച്ച് നഗരത്തിലൂടെ സഞ്ചരിക്കാനും കുറ്റവാളികളെ നേരിടാനുമുള്ള കഴിവുകൾ. അങ്കിൾ ബെന്നിന്റെ മരണത്തിന് ശേഷം പീറ്റർ ന്യൂയോർക്കിന്റെ സ്പൈഡർമാനായി മാറി. ടോം ഹോളണ്ട് അവതരിപ്പിച്ച സ്പൈഡർമാൻ പിന്നീട് അവഞ്ചേഴ്സ് ടീമിൽ ചേരുന്നു. ടോണി സ്റ്റാർക്കിന്റെ പിന്തുണയോടെ വലിയ ഹീറോയായി വളരുന്നു. പക്ഷെ ഫാർ ഫ്രം ഹോമിന്റെ അവസാനത്തിൽ ലോകം മുഴുവൻ പീറ്റർ പാർക്കർ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് തിരിച്ചറിയുന്നു. അവന്റെ ജീവിതം പൂർണ്ണമായും തകരുന്നു. നോ വേ ഹോം. എല്ലാവരും തന്റെ തിരിച്ചറിയൽ മറക്കാൻ പീറ്റർ ഡോക്ടർ സ്ട്രേഞ്ചിനെ സമീപിക്കുന്നു. പക്ഷെ മന്ത്രം തെറ്റിപ്പോകുകയും മൾട്ടിവേഴ്സ് തുറക്കപ്പെടുകയും ചെയ്യുന്നു. ഗ്രീൻ ഗോബ്ലിൻ, ഡോക്ടർ ഒക്ടോപ്പസ്, ഇലക്ട്രോ, സാൻഡ്മാൻ, ലിസാർഡ് എന്നിവരും കൂടാതെ ടോബി മാഗ്വയർ, ആൻഡ്രൂ ഗാർഫീൽഡ് എന്നിവരുടെ സ്പൈഡർമാൻമാരും ഈ ലോകത്തെത്തുന്നു. 3 സ്പൈഡർമാൻമാരും ചേർന്ന് വില്ലന്മാരെ തോൽപ്പിക്കുന്നു. എന്നാൽ ആൻമേ മരിക്കുകയും ഒടുവിൽ ഡോക്ടർ സ്ട്രേഞ്ച് ലോകം മുഴുവൻ പീറ്റർ പാർക്കറിനെ മറക്കുന്ന മന്ത്രം ചെയ്യുകയും ചെയ്യുന്നു. MJ, നെഡ്, അവഞ്ചേഴ്സ് ഇനി ആരും പീറ്റർ പാർക്കറെ ഓർക്കുന്നില്ല. ഇപ്പോൾ പീറ്റർ ഒറ്റയ്ക്കാണ്. സുഹൃത്തുക്കളില്ല, കുടുംബമില്ല. ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുതിയ ജീവിതം തുടങ്ങുകയാണ് അവൻ. പീറ്റർ തന്റെ ജീവിതം വീണ്ടും എങ്ങനെ പടുത്തുയർത്തും, പുതിയ ശത്രു ആരാകും? അതിനുള്ള ഉത്തരം അറിയാൻ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ പോയി കാണണം. ഇത് ജസ്റ്റ് ഒരു മിനി 1 ലൈൻ റീക്യാപ്പ് മാത്രമാണ്. പോരായ്മകൾ ഉണ്ടാകും, ക്ഷമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ ആരാണ്? കമന്റ് ചെയ്യൂ.